അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സന്തോഷം നേരുന്നു. നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരുമായി കൂടുതൽ അടുക്കാനും നമുക്കൊരാളെ മനസ്സിലാക്കാനും പറ്റിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. മൈൻഡ് റീഡിങ് ഡെവലപ്മെൻറ്റ്, ഒരാളെ മൈൻഡ് മനസ്സിലാക്കാൻ കുറേയൊക്കെ നമുക്കൊക്കെ കഴിയും. മൈൻഡ് റീഡിങ് ചെയ്യാൻ വേണ്ടി കുറേയൊക്കെ പഠിക്കുന്നതും നല്ലതാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ കഴിയുക എന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരാളെ മനസ്സിലാക്കുമ്പോഴേ ഒരാളോട് അടുക്കാനും പിന്മാറാനും കഴിയുള്ളൂ. മൈൻഡ് റീഡിങ് എന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് വിഷയം തന്നെയാണ്. ഒരാളെ മനസ്സ് വായിച്ചെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഇടയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇതിൽ ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുമ്പോഴാണ് അയാളുടെ സൈക്കോളജി മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർമാരൊക്കെ ആയി മാറുന്നത്. മനഃശാസ്ത്രജ്ഞന്മാരും സൈക്കാട്രിസ്റ്റുകളൊക്കെ ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്നവരാണ്. ഒരാളെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കണ്ണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇടഭാഗത്തേക്കൊക്കെ ചലിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തൊക്കെയോ കളവ് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ തന്നെ ശ്രദ്ധിച്ച് രണ്ട് കണ്ണും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നതിൽ ഒരുപാട് നമ്മളെ വാക്കുകൾ കേൾക്കാൻ അയാൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം. കണ്ണുകൾ പല ഭാഗത്തേക്കും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ നമ്മുടെ സംസാരം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരാളെ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് താല്പര്യമില്ലാത്ത വിഷയം അടിച്ചേൽപ്പിക്കുന്ന ഒഴിവാക്കാൻ പറ്റും. വിശിഷ്യ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അത് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ്. കണ്ണ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കണ്ണിനെ പറയുന്ന സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. കണ്ണിൽ നിന്ന് തന്നെ ഒരാളെ മനസ്സ് ഏതാണ്ട് വായിച്ചെടുക്കാൻ പറ്റും, നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. കണ്ണിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കൽ എങ്ങനെ? കണ്ണ് മേലെ ഉയർന്നു നിൽക്കുക, എവിടെ നമ്മളെ നോക്കാതെ വേറെ എവിടേക്കൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളവിടെ വെച്ച് സംസാരം നിർത്തണം. അവർക്ക് നമ്മുടെ ഉപദേശമോ നമ്മുടെ സംസാരമോ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവർക്ക് റാപ്പോ ബിൽഡിങ് നൽകണം. അത് അവരിലേക്ക് നമുക്ക് ആകർഷണിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അവരോട് സംസാരിക്കണം. നമ്മളെ ഉപദേശം താല്പര്യമില്ലാത്ത ചില മക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ഉപദേശിക്കുന്നൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനത്തെ ആളുകളെ നമ്മിലേക്ക് നമ്മുടെ ഉപദേശം കേൾക്കാൻ പറ്റിയ പാകത്തിലേക്ക് അവരെ ആക്കണം. പല ഉസ്താദുമാരും പ്രസംഗിക്കാനെന്ന് നിൽക്കും. അവർക്ക് തോന്നിയതൊക്കെ അങ്ങനെ പ്രസംഗിക്കും. സദസ്സിലേക്ക് ജനങ്ങളിങ്ങനെ തലയും താഴ്ത്തി ഒരുപാട് ഹാലിൽ അങ്ങനെ ഇരിക്കും. അവർ വേറെ ലോകത്ത്, പ്രസംഗിക്കുന്ന ഉസ്താദ് മറ്റൊരു ലോകത്ത്. അത് സത്യത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അവർക്ക് ആവശ്യമില്ലാത്തത് അവരുടെ മൈൻഡിലേക്ക് തള്ളിക്കൊടുക്കുകയാണ്. ഒരിക്കലും അവർക്ക് അരോചകമാണ്. മറിച്ച് അവർക്ക് വേണ്ടത് കൊടുക്കാൻ കഴിയണം. സദസ്സ് മനസ്സിലാക്കുക, സദസ്സിലിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കുക, എന്നിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. അത് കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് ഒരുപാട് വിശിഷ്യ ദീനീ ദഅവ പ്രവർത്തകർക്കൊക്കെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണത്. കണ്ണിൻ്റെ കൃഷ്ണമണി വലുതാകുക ചെറുതാകുന്ന അവസ്ഥ വരാറുണ്ട്. ആ കൃഷ്ണമണി നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കൃഷ്ണമണി നോക്കിയിട്ട് അയാളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വാക്കുകളൊക്കെ അദ്ദേഹം നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശരിക്കും മനസ്സിലാകും. കണ്ണിൻ്റെ വെള്ളഭാഗം ചുവന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹം എന്തോ രോഗിയാണ്, എന്തോ പ്രയാസം ഉള്ളിലുണ്ട്, ക്ഷീണമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കുറേയൊക്കെ നമ്മുടെ മുഖഭാവം തന്നെ കണ്ടാൽ അറിയാലോ. അതുപോലെ തന്നെ പുഞ്ചിരി, ചിരി രണ്ട് വിധമുണ്ട്. ഹൃദയം തുറന്ന ചിരിയുണ്ട്, മുൻപല്ല് കൊണ്ട് ചിരിച്ച് അണപ്പല്ല് കൊണ്ട് കടിക്കുന്നൊരു ചിരിയുണ്ട്. അത് ഉള്ളിൽ താല്പര്യമില്ലാത്ത ചിരി. ആ ചിരി രണ്ടും മനസ്സിലാക്കാൻ കഴിയണം, വളരെ അത്യാവശ്യമാണ്. ഹൃദയം തുറന്ന ചിരി അത് വേറെയാണ്.
ആ പുഞ്ചിരി ശരിക്കും നമ്മുടെ മുഖത്ത് കാണും. അത് നമ്മളെ ചിരിക്കുന്ന ആളിലേക്ക് അത് പാസ് ചെയ്യും. മറ്റൊരു ചിരി ഉണ്ട്, എന്ന ചിരി, കളിയാക്കി ചിരി. ചിരികൾ പല ഐറ്റമുണ്ട്. എല്ലാ ചിരിയും നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ പുഞ്ചിരി ഹൃദയം തുറന്ന പുഞ്ചിരിയാണ്. അത് ഒരു സുഹൃത്തിലേക്ക്, സഹോദരനിലേക്ക് അങ്ങ് പാസ് ചെയ്യണ ചിരിയാണ്. ആ ചിരിക്കാണ് സദക്കയുടെ പ്രതിഫലമുള്ളത്. അതുപോലെ തന്നെ കൈ, സംസാരിക്കുമ്പോൾ കയ്യിൻ്റെ ഇളക്കം, വിരലിൻ്റെ ഇളക്കം, എവിടെയെങ്കിലുമൊക്കെ കൈ എവിടെയെങ്കിലുമൊക്കെ തട്ടിയേ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ, കൈ കൊണ്ട് എന്തെങ്കിലും കാണിച്ച് ശബ്ദിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ സംസാരം വേണ്ടത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വെച്ച് സംസാരം നിർത്തലാണ് നല്ലത്. നെറ്റിയിലെ അടയാളങ്ങൾ, ഇതൊക്കെ അത്ഭുതമൊന്നുമല്ല. ഇതൊക്കെ പഠിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മളൊരാളെ മനസ്സിലാക്കാൻ കഴിയുക എന്നത്, മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല നമുക്കെല്ലാം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.